ആക്ച്വലി ഈ ഷോർട്ട് ഫിലിമേക്ക് വന്നത് അലിൻ ജോസ് പെരേരയുടെ അടുത്തൊരു പ്രേമം ഉള്ളത് കൊണ്ടാണോ? അലിൻ ജോസ് പെരേരയോട് പ്രണയം ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്കൊരു ഫ്രണ്ട് ആകാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ? നമ്മൾ വേലിയിലിരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്കും. അന്ന് കുറെ വീഡിയോസ് ദിലീപും കാവ്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കരിമിഴി കുരുവിയെ കണ്ടില്ല, അതെടുത്തു. അത് ഇപ്പൊ എനിക്ക് അതിന്റെ പേരിൽ ഫോൺ കോളുകളുടെ ബഹളാണ്. എനിക്ക് അമേരിക്കയിൽ ആരാധകരുണ്ട്, ഇംഗ്ലണ്ടിൽ ആരാധകരുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. ഇപ്പൊ അതൊരു ഭയങ്കര വെടിയാണ്. പിന്നെ എല്ലാ ദിവസവും വിളിക്കും, മെസ്സേജ് അയക്കും. പിന്നെ അങ്ങനെ മെസ്സേജ് അയക്കും, വിളിക്കുക, ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴുള്ള എന്താ പറയാ, അങ്ങനെ ഒരു അടുപ്പം, സ്നേഹം അത് ഓട്ടോമാറ്റിക് നമുക്ക് വന്നതാണ്. എന്നാലും അവനെ ആരെങ്കിലും കയറി പ്രേമിക്കുവോ? അപ്പൊ ഇവൻ വികാരപരമായിട്ട് എന്നിലേക്ക് അടുക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് മറൈൻ ഡ്രൈവിലും അവിടെയൊക്കെ പോവും. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായോ ഈ കാണിച്ചത്? അവരൊന്നും അറിയാതെ തന്നെ അതുപോലെ കെട്ടിപ്പിടിച്ച് പല ശാരീരികമായി അടുത്തിരുന്നു. ഞങ്ങൾ രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞ് എന്നെ അപമാനിച്ചത്. ഒറ്റയടിക്ക് അവൻ പുണ്യാളച്ചനായി. എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. ഇതുവരെ യാതൊരു വിധത്തിലുള്ള പരിചയവും ഇല്ല, ഒരു ഇതുമില്ല. ചേച്ചിയാണ്, എനിക്ക് 40 വയസ്സായി നോക്കും, കുറെ നുണകളും കാര്യങ്ങളും, എന്നോട് പുച്ഛം. ഇത്ര അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടു. പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ശാരീരികമായിട്ട് ചെയ്തും സ്നേഹിച്ചും കൊണ്ട് നടന്ന ആള് എന്നെ ഇതുപോലെ ഒറ്റയടിക്ക് കുറ്റിക്കാട്ടി നടന്നൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്നാലും എല്ലാവരും ചോദിക്കും, നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ? നീ അലൻ ജോസിന്റെ അല്ലേ? നീ ആ ഷോർട്ട് ഫിലിമിലെ എന്നോട് ഐ ലവ് യു വരെയും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അലൻ ജോസ്. ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇതൊക്കെ പറഞ്ഞപ്പോ അവൻ എന്നോട് മറുപടി പറഞ്ഞത് ഇഷ്ടമാണെന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് എനിക്ക് തന്നത്. എന്നെ പറഞ്ഞ് ആശിപ്പിച്ചിട്ടല്ലേ, ഇല്ലെങ്കിൽ ഇല്ലാന്നല്ലേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് മറൈൻ ഡ്രൈവിലൊക്കെ പോയപ്പോ ഇങ്ങനെ വികാരപരമായിട്ടുള്ള പല സമീപനങ്ങളും എന്നോടുണ്ടായിരുന്നു. അപ്പൊ എന്താണോ ഇത്? ഞാനൊരു ദിവസം കൊണ്ട് മാരേജിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല. ഇനി മേല ഇമാതിരി പരിപാടിയായിട്ട് ഈ വീട്ടിൽ ഇറങ്ങി മുട്ടുകാരി ഞങ്ങൾ ഒന്ന് ബ്രൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടു. ഇനി എന്താ എന്നോട് പറഞ്ഞു എന്റെ ഇത് തന്നെ ഇങ്ങനെ തടി വെച്ചിരിക്കുന്നത്, വയറ് വീർത്തിരിക്കുന്നതൊക്കെ സെക്സ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മസാജ് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ വായോ, ഒരു ദിവസം വായോ ഞാൻ ചെയ്തു തരാം. പിന്നെ വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ